Hi all, welcome to Competitive Cracker. എന്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിന്റെ നമ്മുടെ ഒരു ടോപ്പിക് ഉണ്ടല്ലേ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, ജനറൽ പേപ്പറിലെ ഒരു ടോപ്പിക് ആണ്. അതിലെ നമ്മുടെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കാണും, അതേപോലെ തന്നെ റീസണിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കാണും അല്ലെ. അപ്പൊ റീസണിങ്ങിനകത്തെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. Find the mirror image of the clock when the time is 7:40. ഒരു ടൈം തന്നിട്ട്, അതായത് ഇപ്പൊ ഒരു ക്ലോക്കിൽ 7:40 ടൈം കാണിക്കുന്നു. ആ ക്ലോക്ക് നമ്മളൊരു മിററിനെ ഫേസ് ചെയ്താൽ ആ മിററിൽ ഏത് ടൈം ആണ് കാണുക അല്ലെ? നേരെ അല്ലല്ലോ, അത് നമ്മൾ തല തിരിഞ്ഞു വരത്തില്ലേ? അപ്പൊ ഏത് ടൈം ആണ് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു ടൈം തന്നിട്ട് മിറർ ഇമേജ് ചോദിച്ചാൽ പ്രത്യേകിച്ച് പാടൊന്നുമില്ല, നോക്കിയോണം. 11:60. 12 മണിക്കൂർ എന്നൊന്ന് ആലോചിച്ചാൽ മതി. 12 മണിക്കൂറിന് നമ്മൾ 11 മണിക്കൂറും പിന്നെ ഒരു 60 മിനിറ്റും കൂടെ എന്നുള്ള രീതിയിൽ എഴുതിയേക്കുന്നു. അപ്പം ഏതൊരു സമയം, അതായത് 11 വരെയുള്ള 1 തൊട്ട് 11 വരെയുള്ള ഏത് സമയങ്ങൾ തന്നാലും ഓക്കെ, അല്ലെങ്കിൽ 11 അകത്ത് ഓക്കെ, അത് വരുന്ന ഏത് സമയം തന്നാലും അത് 11:60 നിന്ന് കുറയ്ക്കുക. ഇനി 11 തൊട്ട് 11 അല്ലെങ്കിൽ 12 തുടങ്ങുന്ന 11 മണി അല്ലെങ്കിൽ 12 മണി തുടങ്ങുന്ന അല്ലെങ്കിൽ 10 എഴുതേക്കാം ഓക്കെ. 11, 12 തുടങ്ങുന്ന ഏത് സമയം തന്നാലും എന്ത് ചെയ്യണം? 23:60 നിന്ന് കുറയ്ക്കാം. 23:60 അങ്ങനെ നമ്മൾ 24 hours എഴുത്തില്ല, അതിന് 23:60 നിന്ന് ഓക്കെ. കൂടുതലും നമുക്ക് കിട്ടുന്നത് ഈ ഒരു സമയങ്ങളായിരിക്കും ഓക്കെ. അപ്പം 10 വരെയുള്ള ഏതൊരു സമയം ക്വസ്റ്റിന് തന്നിരുന്നിട്ട് അതിന്റെ മിറർ ഇമേജ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഇനി 11ഉം 12ഉമായിട്ടുള്ള അല്ലെങ്കിൽ 11 സംതിങ് അല്ലെങ്കിൽ 12 സംതിങ് എന്നുള്ള സമയമാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 23:60 നിന്ന് കുറയ്ക്കുക. 24, ഇത് 12 മണിക്കൂർ എന്നുള്ള രീതിയിൽ എഴുതി, ഇത് 24 മണിക്കൂർ എന്നുള്ള രീതിയിൽ എഴുതി. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്ത് വെച്ചേക്കുക. 11:60 അല്ലെങ്കിൽ 23:60 നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. തന്നിരിക്കുന്ന സമയം ഏതാണ്? 7:40 ആണ് അല്ലെ. സോ 7:40 ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. എന്ത് വന്നു? 2:11:4 അല്ലെ. ആൻസർ എന്ത് വരും? 4:20. ഓപ്ഷൻ ബി 4:20. ക്ലിയർ അല്ലേ? മറന്നു പോകരുത്. ഒരു സമയം തന്നിട്ട് അതിന്റെ മിറർ ഇമേജിൽ എന്ത് ചെയ്താൽ മതി? 10 അല്ലെ, 1 തൊട്ട് 10 വരെയുള്ള ഒരു സമയമാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. ഇനി 11ലും 12ലും തുടങ്ങുന്നതാണെങ്കിൽ 23:60 നിന്നും കുറയ്ക്കുക ഓക്കെ. ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കിയേ. Find the mirror image when the exact time shown in a clock was 8:12. ക്ലോക്കില് കാണിച്ചിരിക്കുന്ന സമയം 8:12 ആണ് അല്ലെ. എങ്കിൽ മിറർ ഇമേജ്, അതിന്റെ നമ്മൾ ആ ഒരു ക്ലോക്കിന്റെ മിററിൽ ഫേസ് ചെയ്താലുള്ള ഇമേജ് എങ്ങനെയാണ് കാണുന്നതെന്ന് അല്ലെ. എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കുക. ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ചെയ്ത് നോക്കിയേ. 10, 8, 5, 4, 3:48 അല്ലെ. ഓപ്ഷൻ സി 3:48. സിമ്പിൾ അല്ലേ? ഇത് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമല്ലേ മിറർ ഇമേജ്? The time shown by the reflection of a clock in a mirror is 4 hours 35 minutes. What is the actual time in that clock? അതായത് ഒരു ക്ലോക്ക് മിററിനെ ഫേസ് ചെയ്തപ്പോൾ മിററിൽ കാണുന്ന ടൈം എന്ന് പറയുന്നത് 4:35 ആണെന്ന് ഓക്കെ. മിററിൽ കാണുന്ന അല്ലെങ്കിൽ മിറർ ഇമേജ് എന്ന് പറയുന്നത് 4:35 ആണ്. എങ്കിൽ ക്ലോക്കിലെ ആക്ച്വൽ ടൈം എന്താണെന്ന് ചോദിച്ചത്. ഒരു വ്യത്യാസവുമില്ല, ഇതുപോലെ തന്നെ. മിറർ ഇമേജ് ചോദിച്ചാലും 11:60 നിന്ന് കുറയ്ക്കുക. ഇനി മിറർ ഇമേജ് തന്നിട്ട് അതിന്റെ ആക്ച്വൽ ടൈം ചോദിച്ചാലും 11:60 നിന്ന് കുറയ്ക്കുക. ക്ലിയർ ആണല്ലോ? സോ നമ്മുടേത് 11:60 നിന്ന് നമുക്ക് കുറയ്ക്കാം. സോ 5, 2, 7 അല്ലെ. 7:25 is the answer. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 7:25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the mirror image of the clock when the time is 11:21 അല്ലെ. ടൈം 11:21 ആണെങ്കിൽ മിറർ ഇമേജ് കാണാം ഓക്കെ. 11 മണി എന്നുള്ള സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 നിന്ന് കുറയ്ക്കുക ഓക്കെ. 11:21, 10, 9, 12:39. ഓപ്ഷൻ സി 12:39 ഓക്കെ. 11:60 നിങ്ങൾക്ക് കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ 0 വരും. 0 എന്ന് പറഞ്ഞതിനെ 12 എന്നുള്ള രീതിയിൽ എഴുതാമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് ഓക്കെ. അപ്പം 1 തൊട്ട് 10 വരെയുള്ള ഏത് സമയം തന്നാലും മിറർ ഇമേജ് കാണാൻ ചെയ്യും. അല്ലെങ്കിൽ മിറർ ഇമേജ് തന്നിട്ട് ആക്ച്വൽ ടൈം ചോദിച്ചാൽ
11:60 നിന്ന് മൈനസ് ചെയ്യുക. ഇനി 11:12 അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 23:60 നിന്ന് മൈനസ് ചെയ്യുക. ആൻസർ ക്ലിയർ ആണല്ലോ? നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലോക്കിൽ നിന്ന് ചോദിക്കുന്ന അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് ഓഫ് എ ക്ലോക്ക് അറ്റ് 4:12. 4:12 എന്നൊരു സമയം തന്നിട്ട് മിനിറ്റ് ആൻഡും അവർ ആൻഡും തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നോക്കി, നമ്മളിപ്പോ പറഞ്ഞാൽ നമ്മള് ഇത് വരച്ചാല് 4, ഓക്കെ, ഇത് 0, 1, 2, 3, 4, 5, 6 അല്ലെ, ഇങ്ങനെ പോകും. 4:12 എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. 12 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഇരിക്കും. അവർ ആൻഡ് മിനിറ്റ് ആൻഡും അല്ലെ, ഈ ആംഗിൾ ഇങ്ങനെ ജസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് എന്ന് ചോദിച്ചാൽ ഈ സ്മോളസ്റ്റ് ആംഗിൾ ആണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? സ്മോളസ്റ്റ് ആംഗിൾ. ഇനി ഈ ലാർജസ്റ്റ് ആംഗിൾ അല്ലെങ്കിൽ അതിന് റിഫ്ലക്സ് ആംഗിൾ എന്നും പേര് പറയും. ആ റിഫ്ലക്സ് ആംഗിൾ ആണെങ്കിൽ എടുത്ത് അങ്ങനെ പറയും, ഫൈൻഡ് ദ റിഫ്ലക്സ് ആംഗിൾ. ജസ്റ്റ് ഒരു ടൈം തന്നിട്ട് ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് എന്ന് ചോദിച്ചാൽ ഈ ചെറിയ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പഠിച്ചു വെച്ചേക്കുക. 30h മൈനസ് 11/2m. ക്ലിയർ ആണോ? ഒരു ടൈം തന്നിട്ട് മിനിറ്റ് ആൻഡിന്റെ അവർ ആൻഡിന്റെയും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചാൽ 30h മൈനസ് 11/2m. എച്ചിന്റെ സ്ഥാനത്ത് എന്തെണ്ണം? അവർ ആൻഡിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഇടുക. ഇനി മിനിറ്റിന്റെ അടുത്ത് എമ്മിന്റെ അടുത്ത് മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പരും ഇടുക. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 4:12 എങ്കിൽ വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 4:12? എന്ത് ചെയ്താൽ മതി? എച്ചിന്റെ സ്ഥാനത്ത് എന്തെണ്ണം? 4 എണ്ണം. 30 × 4 മൈനസ് 11/2 ഇൻറ്റു എമ്മിന്റെ സ്ഥാനത്ത് 12 ഇടുക. സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. 120 മൈനസ് 66 അല്ലെ, എന്തോരും? 120 മൈനസ് 66, 10, 4, 54. ഓക്കെ, 54 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അപ്പൊ 4:12 ചോദിച്ച സമയം എന്താണ് നമുക്ക് ആംഗിൾ ഇട്ടത്? 54 ഡിഗ്രി. അപ്പൊ മനസ്സിലാക്കി വെച്ചേക്ക. ഒരു ടൈം തന്നിട്ട് നമ്മളോട് അതിന്റെ ആംഗിൾ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 30h മൈനസ് 11/2m. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും കൂടെ പറയാം. നമ്മളിതിപ്പോ ചെയ്തപ്പം നമുക്ക് കിട്ടിയ ആംഗിൾ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ ആംഗിൾ ആൻസർ എന്തായിരുന്നു? 54 ഡിഗ്രി അല്ലെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത് അല്ലെ. ആ ഒരു ടൈമിന്റെ സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഇക്വേഷനിലിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് മൈനസ് ഒക്കെ വന്നാൽ അതങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ കിട്ടുന്ന ആൻസർ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണ് കിട്ടിയതെങ്കിൽ നമ്മളിത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ലെസ് ദാൻ 180 ആണ് കിട്ടിയത്. സോ നമ്മുടെ ആൻസർ അത് തന്നെയാണ്. ഇനി നമ്മളിത് ചെയ്യുമ്പം ആൻസർ 180യെക്കാട്ടി കൂടുതലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രി മൈനസ് ദാറ്റ് നമുക്ക് കിട്ടിയ ആംഗിൾ ചെയ്യണം. ക്ലിയർ ആണോ? അതായിരിക്കും ഫൈനൽ ആൻസർ. അതായത് നമുക്ക് സ്മോളസ്റ്റ് ആംഗിൾ 180 ഡിഗ്രിയെക്കാട്ടി വലുതാകുമ്പോൾ അതിന്റെ ലാർജസ്റ്റ് ആംഗിൾ ആയിരിക്കും, നമുക്ക് സ്മോളസ്റ്റ് ആംഗിൾ ആണ് വേണ്ടത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിലിട്ട് നമ്മൾ ചെയ്യുന്നു. അത് 180യെക്കാട്ടി ലെസ് ആണെങ്കിൽ അതാണ് നമ്മുടെ ആൻസർ. ഇനി റിഫ്ലക്സ് ആംഗിൾ എന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ആ ആൻസർ 360 ഡിഗ്രി മൈനസ് ചെയ്ത് പറഞ്ഞോണം. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ കിട്ടി. ഇനി ജസ്റ്റ് ആംഗിളിന് ചോദിച്ചു, നമ്മുടെ ആൻസർ 180യെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടാണ് വരുന്നതെങ്കിൽ 360 ഡിഗ്രി മൈനസ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയ ആൻസർ 180 ഡിഗ്രിയെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ അത് 360 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At what angle the hands of the clock are inclined at 15 minutes past 5? അല്ലെ, ഇതെന്താ പറഞ്ഞേക്കുന്നത്? 5:15 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും കൂടെ കഴിഞ്ഞു അല്ലെ. 5:15 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആംഗിൾ കണ്ടുപിടിക്കാൻ വെച്ചാൽ എന്ത് ചെയ്യണം? 30h മൈനസ് 11/2m. That is 30 × 5 മൈനസ് 11/2 × 15. ഓക്കെ, സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്തേ. 150 മൈനസ് 165 അല്ലെ. 11 × 15 165/2. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്താൽ 300 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 150 × 2 ചെയ്തു, മൈനസ് 165/2. സോൾവ് ചെയ്തേ. 300 മൈനസ് 165, 5, 3,
135 അല്ലെ 135/2. ഇനി നമ്മൾ ഏതാ നമുക്ക് നമ്മുടെ ആൻസർ നടക്കുന്നത് മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം. 58 1/2, 67 1/2, 68 1/2, 72 1/2. ഒന്നീ നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കി നോക്കുക, ഏതാണോ നമ്മുടെ ആൻസർ വരുന്നത് നോക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ആക്കാം. ഫ്രാക്ഷനെ എന്ത് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം. 135/2 അല്ലെ, ഡിവൈഡ് ചെയ്യുക. 6 12 15 അല്ലെ, 7 14 1. ഇനി എങ്ങനെ ആൻസർ എഴുതുന്നത്, നമ്മുടെ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ, ദാറ്റ് ഈസ് 67. ദെൻ റിമൈൻഡർ എഴുതുക 1. ദെൻ ഡിവൈസർ എഴുതുക, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് അത് എഴുതുക by 2. 67 1/2 ഡിഗ്രി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The remaining hours of the day are equal to 1/7 of those that have passed. What is the time? എന്നാണ് ഒരു ദിവസത്തിന്റെ ഇനി, അതായത് ഇപ്പോഴുള്ള ഒരു സമയം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇനിയും ഉള്ള മണിക്കൂർ, ഇനിയും ദിവസത്തിന് ഇനിയും കഴിയാനുള്ള മണിക്കൂർ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 1/7 of those have passed. ഇപ്പൊ കഴിഞ്ഞു പോയ സമയത്തിന്റെ 1/7 തുല്യമാണ് ഇനിയും കഴിയാനുള്ള സമയം എന്ന് പറയുന്നത്. എങ്കിൽ ഇപ്പോഴത്തെ സമയം എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറയുവാണ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കഴിയാനുള്ളത് X അവേഴ്സ് ആണ്. ഇനിയും X അവേഴ്സും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ല ഇനി 3 മണിക്കൂറും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ 4 മണിക്കൂറും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഇനിയും നമ്മളുടെ കയ്യിൽ X അവേഴ്സും കൂടെ ഉണ്ട് റിമൈനിങ്. എങ്കിൽ കഴിഞ്ഞത് പാസ്റ്റ് എത്ര ആയിരിക്കും, അവേഴ്സ് എത്ര ആയിരിക്കും? ടോട്ടൽ നമ്മുടെ കയ്യിൽ 24 മണിക്കൂറാണുള്ളത് അല്ലെ. അതിൽ X അവേഴ്സ് ആണ് ഇനിയും നമുക്ക് ഉള്ളതെങ്കിൽ എത്ര കഴിഞ്ഞിട്ടുണ്ടായിരിക്കും? 24 - X അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ റിമൈനിങ് അവേഴ്സ് ഓഫ് ദ ഡേ, അതായത് ഇനി കഴിയാനുള്ള അവേഴ്സ് എന്ന് പറയുന്നത്, അതായത് X എന്ന് പറയുന്നത് 1/7 of those have passed എന്നാണ്. 1/7 of ഇനി കഴിഞ്ഞു പോയ മണിക്കൂറുകൾ അല്ലെ, അതായത് 24 - X. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എക്സിൽ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് X ഇനി എത്ര മണിക്കൂറുടെ ഉണ്ട് എന്നുള്ളത് കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? സോൾവ് ചെയ്തേ. സോ 7x will be equal to 24 - X അല്ലെ. സോൾവ് ചെയ്താല് ഈ X എന്നാൽ 8x equal to 24. That is X will be equal to 24/8, 3 hours. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയേക്കുന്നത്? X, അതായത് റിമൈനിങ് ഇനിയും നമ്മളുടെ കയ്യിൽ 3 മണിക്കൂറും കൂടെ ഉണ്ട്. അതായത് ഒരു ദിവസം തീരാനായിട്ട് ഇനി 3 മണിക്കൂറും കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയം എന്താന്നാ പറയുന്നത്? ഇപ്പൊ നമ്മൾ പറയുവാണ് ഇനി 3 മണിക്കൂറും കൂടെ ദിവസം തീരാനായിട്ട്, എന്ന് വെച്ചാൽ രാത്രി 12 മണിയാകാൻ ഇനി 3 മണിക്കൂറും കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയം എന്താണ്? അതിൽ നിന്ന് 3 മണിക്കൂർ കുറച്ചാ പോരെ 12 9 മണി അല്ലെ. 9 മണിയാണ് ഇപ്പം. അതുകൊണ്ടാണ് പറയുന്നത് ഇനി 3 മണിക്കൂറും കൂടെ ഉണ്ട് ദിവസം തീരാനായിട്ട്. ക്ലിയർ ആണോ? സോ ടൈം എന്താണ്? 9 PM. മനസ്സിലായോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ദ റിമൈനിങ് അവേഴ്സ് ഓഫ് ദ ഡേ ആർ ഈക്വൽ ടു 1/7 of those that have passed അല്ലെ. ഇനി ഒരു ദിവസത്തിന്റെ ഇനി എത്ര മണിക്കൂറുണ്ടോ അതെന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞു പോയ മണിക്കൂറുകളുടെ 1/7 ആണ്. ആ അതിൽ വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ പോലെ എഴുതി അല്ലെ. X അവേഴ്സ് ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. പാസ് അപ്പൊ എത്രയാണ്? 24 - X. X എന്ന് പറഞ്ഞാൽ 1/7 of 24 - X ആണ്. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് X 3 hours എന്ന് കിട്ടും അല്ലെ. ദാറ്റ് മീൻസ് ഇനി 3 മണിക്കൂറും കൂടെ ഉണ്ട് ഒരു ദിവസം തീരാനായിട്ട്. അതായത് ഇപ്പൊ രാത്രി 9 മണി. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ഈ ക്ലോക്കിൽ നിന്നും നമ്മളിപ്പോ പഠിച്ച ടൈപ്പുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഒന്ന് ഏതാ നമ്മൾ പഠിച്ചത്? മിറർ ഇമേജ് അല്ലെ. ഒരു ടൈം തന്നിട്ട് അതിന്റെ മിറർ ഇമേജ്, അല്ലെങ്കിൽ ഒരു മിറർ ഇമേജ് തന്നിട്ട് ആക്ച്വൽ ടൈം ചോദിക്കുന്നത്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ആംഗിൾ ബിറ്റ്വീൻ അവർ ആൻഡ് മിനിറ്റ് അല്ലെ. ഒരു ടൈം തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അതിന് എന്താ വേണ്ടത്? 30h - 11/2m. അത് നമുക്ക് കിട്ടുന്ന ആൻസർ 180 കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ അതൊന്നും മറക്കരുത്. ഓക്കെ, നമ്മുടെ ടീം കോമ്പറ്റീവ് ക്രാക്ക് UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 90 ഡേ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസംബറിലേക്കായിരിക്കും നമ്മുടെ അടുത്ത എക്സാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള 90 ഡേ ക്രാഷ് കോഴ്സ് ആണ്. നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണിത്. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.